അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മാട്ടുമ്മൽ മഹല് കൂട്ടായ്മയുടെ പ്രവർത്തകരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഭാഗമായിക്കൊണ്ട് മാട്ടുമ്മൽ മഹല് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നബിദിന പ്രോഗ്രാമിൽ, അതായത് ഹുബുൻ നബി എന്ന വിഷയം അവതരിപ്പിക്കുന്ന ഈ സുദിനത്തിൽ, ഈ വേളയിൽ നിങ്ങളോട് ആശംസ അർപ്പിക്കുകയാണ്. ആദ്യമായി ഹബീബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. അവിടത്തോടുള്ള സ്നേഹമില്ലാതെ നമ്മൾ ആരും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി പടച്ചത്. ആദം നബി ഇസ്ലാമിനെ പടക്കുന്നതിൻ്റെ അർശ്, കുർശ്, കലം ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഏറ്റവും ആദ്യമായി അള്ളാഹു പടച്ചത് ഹബീബ മുത്തുനബിയുടെ പ്രകാശം. അതിൽ നിന്നാണ് മറ്റെല്ലാ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചത്. അതുപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും ആഹ്ലാദിക്കേണ്ടതും ഹബീബ മുത്തുനബിയുടെ ജന്മദിനത്തിലാണ്. ആ നബിയുടെ ജന്മദിനം നമുക്ക് റഹ്മത്താണല്ലോ. നബിയുടെ ജന്മം നമുക്ക് റഹ്മത്താണല്ലോ. ഖുർആൻ തന്നെ ഉണർത്തുന്നുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ഈ ആയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു പറയാണ്, ഖുൽ ബിഫദ്ലില്ലാഹി, നബി തങ്ങൾ പറയാം അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് ഉദ്ദേശം ഇവിടെ ഇൽമാണ്. അള്ളാഹു നമുക്ക് നൽകിയത് വിജ്ഞാനം, ഇൽമ്. ഫബി റഹ്മത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹ് റഹ്മത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ റഹ്മത്ത് നബിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. അവർ ഈ ഭൗതിക ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ വസ്തുക്കളേക്കാൾ ഏറ്റവും ഉത്തമമായത് ഹബീബ നബിയെ ആയ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലാണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാകും നബിയേക്കുള്ള സ്നേഹവും അവിടെ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം അൽ ഹുബുൻ നബി, ഘോഷയാത്ര, മൗലൂദ്, അന്നദാനം, കുട്ടികളെ കലാവ്, ഇതെല്ലാം നബിയുടെ സ്നേഹിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനമൊക്കെ വളരെ നല്ല സ്വാലിഹായ നല്ല പ്രവർത്തനമാണ്. കാരണം നബിയെ സ്നേഹിക്കേണ്ട ഒരു ഭാഗമാണല്ലോ. നബിയെ സ്നേഹിക്കുന്ന ആരും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ കാര്യപരിപാടികളൊക്കെ വളരെ നബിയെ സ്നേഹിക്കുന്ന ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ പ്രവർത്തനവും, അതുപോലെ ഈ മാട്ടുമ്മൽ മഹൽ കൂട്ടാൻ സംഘടിപ്പിക്കുന്ന ഈ കാര്യപരിപാടി എല്ലാം അള്ളാഹു ഒരു സ്വാലിഹ അമല സ്വീകരിക്കട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് ഈ ഹുബുൻ നബിയുടെ ഈ വിഷയത്തിൽ, അതായത് ഈ പ്രോഗ്രാമിൽ എല്ലാ ആശംസകളും തീർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.